ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ അടുക്കളത്തോട്ടം മുൻപത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അന്ന് അത് ചെറിയ ഇതായിരുന്നു, തൈകളെല്ലാം ചെറുതായിരുന്നു, വിത്തെല്ലാം മുളച്ച് വന്ന ഒരു സമയമായിരുന്നു. ഇപ്പം എൻ്റെ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറികളെല്ലാം അത്യാവശ്യം വളർന്ന് വലുതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൃഷികൾ കാണിച്ചു തരാനും ഞാൻ കൃഷി നന്നായിട്ട് വളർച്ചയ്ക്ക് ആവശ്യമായി ഞാൻ എന്തെല്ലാം ചെയ്യുന്നത് എന്ന കാര്യങ്ങൾ അറിയിക്കാനായിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, വീടിൻ്റെ മുന്നിൽ തന്നെ ഞാൻ ചുവന്ന ചീരയും തക്കാളിയും വഴുതന ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് നന്നായിട്ട് മണ്ണിളക്കിയിട്ട് ആട്ടും കാഷ്ടം വിതറിയിട്ട് കുറച്ചധികം തന്നെ മണ്ണിൽ വിതറിയിട്ടോ, എന്നിട്ട് വീണ്ടും ഒന്നും കൂടി മണ്ണിളക്കിയിട്ടാണ് കൃത്യമായിട്ടുള്ള അകലങ്ങളിൽ തക്കാളി തൈ വെച്ച് കൊടുത്തത്. അതുപോലെ തന്നെ നല്ല കുറച്ച് ആ കള്ളിയുടെ അങ്ങേ ഭാഗത്ത് വേറൊരു 3 വഴുതന തൈയും വെച്ചിട്ടോ. കാരണം അത് പിന്നെ ബാക്കിയുള്ള ഇടഗ്യാപ്പിലെല്ലാം ചുവന്ന ചീരവിത്തും മണലും കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് വിതറുകയാണ് ചെയ്തത്. മണലും കൂട്ടി മിക്സ് ചെയ്ത് വിതറുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊന്നായിട്ട് ഒരു സ്ഥലത്ത് തന്നെ കെട്ടി നിൽക്കാതെ നന്നായിട്ട്, അല്ലെങ്കിൽ നമ്മൾ വിത്തിടുമ്പോൾ ഇടുന്നിടത്തെല്ലാം കൂടെ കൊണ്ടിടും. അപ്പോൾ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത്തിരി പൊക്കം വെച്ചപ്പോൾ വീണ്ടും ഞാൻ ആട്ടുംകാട്ടപ്പൊടി തന്നെയാണ് അതിനൊക്കെ ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ നല്ല നനയ്ക്കും. അപ്പോൾ ഞങ്ങളിവിടെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമുണ്ട്, വെയിൽ കുറഞ്ഞ സ്ഥലമുണ്ട്. അപ്പം ഞാൻ വെയിൽ കിട്ടുന്ന സ്ഥലത്തൊക്കെ നന്നായിട്ട് 2 നേരം നനയ്ക്കും, അല്ലാത്തപ്പോൾ അടുത്ത് 1 നേരം നനയ്ക്കുകയെ. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, വഴുതന, ആ പച്ച വഴുതനങ്ങ ഇത്ര വലിപ്പം വെച്ചിട്ടോ. ഇതിൻ്റെയൊക്കെ ഇലയുടെ വലിപ്പമൊക്കെ അതുപോലെ ഇതിൻ്റെ ഈ വളർച്ചയൊക്കെ കണ്ടിട്ട് ഇവിടെ വീട്ടിൽ വരുന്നവർ ചോദിക്കും രാസവളം ഇട്ടിട്ടുണ്ടോയെന്ന്. ഞാൻ പറയും രാസവളം കണ്ടിട്ടേ ഇല്ല. രാസവളം ഞാൻ പച്ചക്കറി വീട്ടിലുണ്ടാക്കുന്ന നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ട് ഉണ്ടാക്കുന്നതിന് രാസവളം ഇടാറേ ഇല്ല. ആട്ടുംകാഷ്ടം പൊടിച്ചിട്ട് കൊടുക്കുക, നന്നായിട്ട് വെള്ളവും കൊടുത്താൽ മതി. ചാണകപ്പൊടി ഉള്ളപ്പോൾ അത് കൊടുക്കും. ഇപ്പോൾ ചാണകപ്പൊടിയല്ല, ഇപ്പോൾ ഇവിടെ ധാരാളം ആട്ടുംകാഷ്ടമാണ് ഉള്ളത്. അന്നത്തെ കുഞ്ഞു വഴുതന തൈകളൊക്കെ ഇപ്പോൾ അത്യാവശ്യം വളർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ വെണ്ടയും വിത്ത് നട്ടിന്ന്, വെണ്ട വിത്ത് നട്ട് അതിൻ്റെ ഇടയിലും ഞാൻ പച്ചച്ചീരേൻ്റെ വിത്ത് ഇങ്ങനെ കുറച്ച് വിതറിയിട്ടുണ്ട്. അപ്പോൾ അത് പതിയെ വളരുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് വെയിൽ അധികം ഒരു കാനലുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇതിന് മറ്റേൻ്റെ അത്ര അങ്ങോട്ട് ഹൈറ്റിൽ നല്ല പുളപ്പിൽ വളർച്ച എത്താത്തത്. അപ്പോൾ ഇതിനും ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട്, ആട്ടുകാഷ്ടം പൊടി വളമായിട്ടൊക്കെ ചേർത്തിട്ടുണ്ട്. ഇത് വെയിൽ കുറവായതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു കരുത്തില്ലാതെ. നമ്മളെ വെള്ളവും വളത്തിൻ്റെയും പുറമെ തന്നെ സൂര്യപ്രകാശം നന്നായിട്ട് ലഭിക്കുകയാണെങ്കിൽ നല്ല കരുത്തിൽ കുറ്റുറപ്പിലായിരിക്കും ആ ചെടി വളരുക. അപ്പോൾ അതില്ലാത്തവിടെ ഇങ്ങനെ ഞാലിയായിട്ട് പോവുകയാണ് ചെയ്യുക. അതാണിപ്പോൾ ഈ കാണുന്നത്, കണ്ടില്ലേ. ഇതിന് ഞാൻ വളത്തിൻ്റെ പോരായൊന്നുമല്ല, കണ്ടില്ലേ മുകളിൽ ഈ ചെടി മുള ഒക്കെ അവിടെ അതിൻ്റെ താഴെ മുറ്റത്തിൻ്റെ ഇറക്കലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തണൽ തട്ടുന്നതുകൊണ്ടാണ് അതങ്ങനെ വളർച്ചക്കുറവ്. ഇത് കണ്ടില്ലേ, അന്ന് ചിരങ്ങ നട്ട സ്ഥലം ഇതേപോലെ കുറച്ചൊരു തണലുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ വള്ളിയൊക്കെ കുറച്ചൊരു വണ്ണക്കുറവ് തോന്നുന്നത്. പക്ഷേ നല്ല പച്ച നല്ല കട്ടിയുള്ള ഇലയൊക്കെ ആയിട്ട് നല്ല കരുത്തിൽ തന്നെ വളരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു നേരം നനച്ചാൽ മതി, ഒരു പൂലുള്ള സ്ഥലമാണ് ഇവിടെ, അതുകൊണ്ട് ഞാൻ ഒരു നേരം നനയ്ക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല പടർന്ന് പൊങ്ങി കയറുന്നുണ്ട്. ഞാൻ കുറേ കൊമ്പുകളൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്, അതിലൂടെയൊക്കെ അത് പടർന്ന് കയറുന്നുണ്ട്. ഇതിനും ഞാൻ നല്ല വെള്ളവും കൊടുക്കുന്നുണ്ട്. ആട്ടുംകാട്ടം മാത്രമാണ് വളമിട്ടത്. പിന്നെ ഇപ്പോൾ ഇതുവരെ പച്ചക്കറിക്ക് ഏതൊരു എനിക്ക് പുഴുക്കുത്ത് പ്രാണിശല്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊരു ലാഭമാണ്, കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്. ചിരങ്ങയൊക്കെ ഉഷാറായിട്ട് വളരുന്നുണ്ട്. നല്ലൊരു റോബസ്റ്റ് വാഴക്കൊലയുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം ചെറിയ കൊലയാണ്, മുമ്പൊക്കെ ഉള്ള വലിയ കൊലകളാണ് ഉണ്ടാവുക. അതിൻ്റെ മുരട്ട് തന്നെ ഉള്ള ആ ഒരു കാന്താരിമുളക് തൈ ഉണ്ട്. അപ്പോൾ അത് ഇന്നലെ നനച്ചപ്പോൾ മറന്നുപോയി തോന്നുന്നു. കയ്പത്തടം കണ്ടില്ലേ, 2 തടം കയ്പുണ്ട് കേട്ടോ. നല്ല വളം കണ്ടില്ലേ. ഇതൊക്കെ കാണുമ്പോൾ ഇവിടെ വരുന്നവർ ചോദിക്കും മറ്റു വളം രാസവളം കൊടുത്തിട്ടുണ്ടോയെന്ന്. ഒന്നുമില്ല, ആട്ടുംകാട്ടപ്പൊടിയും വെള്ളവും മാത്രം ഇട്ടിട്ട് തന്നെ അതേപോലെ അതിന് പടരുന്ന സമയത്ത് നമ്മൾ നല്ല താങ്ങ് കൊടുക്കണം.
അത് കണ്ടോ, അതിന് നല്ല വൃത്തിക്ക് പടരാൻ വേണ്ടിയിട്ട് ഞാൻ ധാരാളം കമ്പുകൾ കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പൊന്തി ഇതാവുമ്പോൾ ഞാൻ അതിന് പന്തലിട്ട് കൊടുക്കും. അപ്പോൾ എങ്ങനെയാണ് ചെറിയ രീതിയിലൊക്കെ പന്തലിടണം. അത്യാവശ്യം 2 തടം കയ്പുള്ളൂ. ഇത് കണ്ടില്ല, അതിൻ്റെ മുറ്റത്ത് ആ വെണ്ടയ്ക്കൊക്കെ നല്ല കരുത്തിൽ, അത് വെയിൽ കിട്ടുന്നിടത്ത് ഉള്ള വെണ്ടയ്ക്ക് നല്ല കരുത്തുണ്ട്. ഇതാണ് കേട്ടോ തൊട്ടടുത്ത മറ്റൊരു തടം കയ്പ. നല്ല വെള്ള കയ്പേൻ്റെ വിത്താണ്, പാക്കറ്റുമ്മൽ വെള്ള കയ്പയുടെ വിത്താണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഈ ഇലയ്ക്കൊക്കെ നോക്കി ഉണ്ടോ, ഒരു കേടുമില്ല, നല്ല പച്ച, നല്ല വലിപ്പമുള്ള ഇല, നല്ല ഭംഗിയാണ് കാണാൻ തന്നെ. എനിക്കില്ലേ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷനോ കാര്യമോ ഞാൻ ഇതിലേക്ക് ഈ കൃഷീൻ്റെ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ എനിക്ക് എല്ലാം മനസ്സൊന്നും അങ്ങോട്ട് പോകും കേട്ടോ. ഇതിൻ്റെ അമരത്തടാണ്, 2 തടം അമരമുണ്ട്. അമരമൊക്കെ നല്ല പൊളച്ച് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്നോടിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയാണ് വളം ഓവറായിട്ടായിരിക്കും ഇങ്ങനെ പൊളപ്പ്. അപ്പോൾ ഞാൻ പറയാം ആട്ടും കാഷ്ടം മാത്രമാണ് വളം, ആ വളം ചേർത്തിട്ടുള്ളൂ, കണ്ട രാസവളം ഇട്ടതുപോലെയാണ് എന്ന് പറയും എല്ലാവരും. പക്ഷെ അതൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള വളവും എന്ത് വളവും അതിനേക്ക് ഫലത്തിൽ പിടിക്കണമെങ്കിൽ നന നല്ലോണം കിട്ടണം. നന്നായിട്ട് നന കിട്ടിയെങ്കിൽ തന്നെ നമ്മുടെ കൃഷി നല്ല മെച്ചത്തിൽ പോകുള്ളൂ. അപ്പോൾ അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഉള്ള ജൈവവളം, നമ്മൾ അടുക്കളയിലെ മാലിന്യങ്ങൾ, അടുക്കളയിലെ കിച്ചൺ വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് കൊടുത്താലും മതി. പക്ഷെ വെള്ളം നമ്മൾ വെള്ളത്തിന് ക്ഷാമമുള്ള പോലെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ അടുക്കളയിൽ അരി കഴുകുന്ന വെള്ളം അങ്ങനെയൊക്കെയുള്ള എന്തെല്ലാം വെള്ളമുണ്ടോ അതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് പച്ചക്കറി കഴുകണ വെള്ളമൊക്കെ ഇതിൻ്റെ മൊറ്റ് കൊണ്ടുപോയി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വെള്ളത്തിന് പ്രയാസമൊന്നുമില്ല, നല്ല ധാരാളം കിണറ്റിൽ വെള്ളമുണ്ട്. അപ്പം ഞങ്ങൾക്ക് നല്ലോണം വെള്ളമുണ്ട്. പക്ഷെ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അടുക്കളയിൽ നമ്മൾക്ക് ഒരുപാട് വെള്ളം സിങ്കിൽ പോകുന്നുണ്ടല്ലോ, അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ ഒരു ബേസിനൊക്കെ വെച്ചിട്ട് കഴുകിയിട്ട് ആ വെള്ളമൊക്കെ പിടിച്ചിട്ട് കൊണ്ടുപോയി വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല പച്ചക്കറി നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ. അത് കണ്ടല്ലേ മറ്റൊരു തടത്തിൽ നിത്യവൈദ്യനയുടെ തടത്തിൽ ഞാൻ മത്തൻ്റെ ഓരോ വിത്തുകളും കൂടി വെച്ചിരുന്നു. അതുപോലെ വെണ്ടത്തൈ കണ്ടോ, നല്ല കരുത്ത്, വെയിൽ കിട്ടുന്നിടത്തത്തെ വെണ്ടത്തണ്ട് നല്ല കുറ്റിയുറപ്പിലും കഴുത്തിലും ഇപ്പം തന്നെ അതിൽ മുട്ട് വരെയുണ്ട് കണ്ടോ, നല്ല പച്ചയിൽ പടർന്ന നിലത്തോടെ ഞാനത് ആ നിത്യവൈദ്യന മുകളിലേക്ക് ചാരി വെച്ച പട്ടയിലൂടെ പടർത്തുമ്പം മത്തൻ താഴെ നിലത്തൂടെ അങ്ങോട്ട് പടർന്നു പോകുമല്ലോ. അത്യാവശ്യം വലിയ തട ഞാൻ എടുത്തിരുന്നത്. പിന്നെ നല്ല വെള്ളവും ഇതുപോലെ വളവും കിട്ടുന്നതുകൊണ്ട് നല്ല കരുത്ത് തന്നെ വളരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ തടത്തുനിന്ന് അപ്പുറത്തേക്ക് മട്ടൽ ചാരി വെച്ചിട്ട് അതിലേക്കാണ് കേട്ടോ നിത്യവൈദ്യന പടർത്തിയത്. അപ്പോൾ അതങ്ങനെ നല്ല പടർന്ന് കയറുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ മുട്ട് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം വീഡിയോയിൽ കാണുന്നില്ല, ഞാൻ ഇപ്പോഴാണ് അത് ഒന്നടുത്ത് പിടിച്ചില്ല ഞാൻ, കണ്ടില്ലേ, അതിലൊക്കെ മുട്ടുകൾ വരുന്നുണ്ട്. നല്ലോണം കരുത്തലുണ്ടായിട്ടുണ്ട് കണ്ടോ, നല്ല ഉഷാറായിട്ട്. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. മത്തനുണ്ടോ അങ്ങനെ ആ പറമ്പിലേക്ക് അങ്ങോട്ട് പടർത്തി വിടാൻ വിചാരിച്ച്. ഈ മത്തൻ വള്ളിയിലും അവിടെയും ഇവിടെയൊക്കെ മുട്ട് വരുന്നുണ്ട് കേട്ടോ, നല്ല ഉഷാറായിട്ട്. എനിക്കില്ല, വീട്ടിൻ്റെ ഉള്ളിലെ പണികളെല്ലാം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എൻ്റെ പച്ചക്കറിയിലേക്ക് വരും. ഇതിന് ഓരോരോ ശുശ്രൂഷകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു മനസ്സമാധാനമാണ്. പിന്നെ നമ്മൾ പച്ചക്കറി നനച്ച് കൊടുക്കുമ്പം ഈ ചോണനുറുമ്പൊക്കെ നമ്മളെ പച്ചക്കറിയിൽ കാണുകയാണെങ്കിൽ പെട്ടെന്ന് വെള്ളം അതിലേക്ക് ഒഴിച്ച് അതിന് പോക്കാൻ ശ്രമിക്കണം കേട്ടോ. മത്തൻ്റെ ഒരു തടം ഉണ്ടായിരുന്നേ, അത് നല്ലോണം പടർന്ന് പോകുന്നുണ്ട് കേട്ടോ. മത്തൻ്റെ ഇലയ്ക്കാണ് ഇവിടെ എല്ലാവർക്കും താല്പര്യം. ഇപ്പം ഞങ്ങൾ മത്തൻ്റെ വള്ളിയുടെ തുഞ്ചം പൊട്ടിച്ചിട്ട് നല്ല പറമ്പാകെ പടർന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ തുഞ്ചം പൊട്ടിക്കും. അപ്പോൾ ഒരു തുഞ്ചം പൊട്ടിച്ചാൽ 2-3 തുഞ്ചം വേറെ ഉണ്ടായിക്കോളും. എന്നിട്ട് അതും കുറച്ച് ഇലയും കൂടി അരിഞ്ഞ് തേങ്ങയും പച്ചമുളകും ചതച്ചിട്ട് ഉപ്പേരി വെച്ചാൽ ഇവിടെ എല്ലാവർക്കും, മറ്റു കറി വേണമെന്നില്ല, അത്രയ്ക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മത്തൻ വിത്ത് അവിടെ ഇടയ്ക്ക് നട്ട് കൂടുതലും മരടുണ്ടാക്കാൻ നോക്കിയത്. പിന്നെ പച്ചച്ചീര കണ്ടല്ലേ, പച്ചച്ചീര ഇപ്പോൾ കുറേയൊക്കെ പറിച്ചിട്ടോ. ഇത് നല്ലോണം ഉയരത്തിൽ വന്നിരുന്നു. ഇപ്പോൾ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പച്ചച്ചീര പറിക്കൽ തുടങ്ങി. നല്ലോണം ഉണ്ട്, ഇത് വീണ്ടും ഉണ്ടാകും, ഇത്രയ്ക്കുണ്ട്. മുളക് കണ്ടില്ലേ, മുളക് തൈകളാണ് കുറച്ചധികം, ഒരു 10-15 മുളക് തൈകൾ എനിക്കുണ്ട്. ഒക്കെ പൂവിട്ട് വരൽ തുടങ്ങിയാണ് നല്ല കരുത്തിൽ. അപ്പം
ഞാൻ ഒന്നുകൂടിയും പറയണത്, നമ്മൾ ആട്ടും കാഷ്ടമായാലും ചാണകപ്പൊടി ആയാലും എന്തിട്ട് കൊടുക്കുമ്പോഴും വെള്ളം ധാരാളം കൊടുക്കണം. അപ്പോഴേ നമ്മളെ പച്ചക്കറി നല്ല കരുത്തിൽ വരുള്ളൂ കേട്ടോ. പിന്നെ അത് ചാഞ്ഞൊക്കെ പോകുന്നതിന് അതിനാവശ്യമായ കുത്തും താങ്ങൊക്കെ കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായ രീതിയിൽ അതിൻ്റെ സുഖകരമായ വളർച്ചയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അതിനാവശ്യമായ വെള്ളവും ഭക്ഷണവും കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ പരിചരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉഷാറിൽ അത് വളരും കേട്ടോ. കണ്ടില്ലേ പച്ചമുളകും ചീരയൊക്കെ. ഇവർ ചുവന്ന ചീര വിളവെടുപ്പാട്ടോ. ഞാൻ അതും കൂടി നിങ്ങൾക്ക് കാണിക്കാൻ വിചാരിച്ചു. ഞാൻ കണ്ടോ ചുവന്ന ചീര ഒക്കെ നല്ല തഴച്ച് വളരും. അപ്പോൾ ഇതുവരെ ഞങ്ങൾ പച്ചച്ചീര മാത്രമേ പറിച്ച് ഉപ്പേരി വെച്ചിട്ടുള്ളൂ. ഇന്ന് ആദ്യമായിട്ടാണ് ചുവന്ന ചീര വെട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം വെട്ടിയെടുത്തിട്ട് നല്ല നീളം വെച്ചതൊക്കെ ഇങ്ങോട്ട് വെട്ടിയെടുത്തിട്ട് തോരൻ വയ്ക്കാൻ എടുക്കാം. അപ്പുറത്തെ വീട്ടിലേക്ക് കുറച്ച് കൊടുക്കാം. അപ്പം നല്ലൊരു സന്തോഷമാണ് കേട്ടോ. നമ്മൾ കൃഷി ചെയ്ത സാധനം അതിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ വലിയൊരു ആശ്വാസം, ഒരു സമാധാനം. നല്ല സാധനം കഴിക്കുക, നമുക്ക് മക്കൾക്കൊക്കെ നല്ലത് കൊടുക്കുക, മക്കൾക്കൊരു മാതൃകയാവാം. ഇനി വരും തലമുറയ്ക്കൊക്കെ കൃഷിയൊക്കെ മാതൃക നമ്മൾ തന്നെ കാട്ടിക്കൊടുക്കണം. അപ്പം ഇത് കണ്ടോ നല്ല ചുവന്ന ചീര ഞാൻ വൈകുന്നേരം ആയതുകൊണ്ട് ഇപ്പം ഇത്തിരിയേ വെട്ടുന്നുള്ളൂ. ബാക്കി പിന്നെ നേരങ്ങളിലൊക്കെ വൈകുന്നേരം ചോറ് എല്ലാവർക്കും ഒന്നും വേണ്ടിയല്ല. അപ്പോൾ ഉപ്പേരി കുറച്ച് മതി, അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ എവിടെയെങ്കിലും ജലാംശമുള്ള ഏതെങ്കിലും ഏരിയയിലായാലും കുറച്ച് ചീര വിത്ത് വിതറിയിട്ടാലും നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യത്തിനായുള്ള ഇലക്കറികൾ വാങ്ങട്ടോ. കടയിൽ നിന്നുള്ള ചീരയൊക്കെ ഈ മരുന്നടിച്ചതായാലും കിട്ടുക. ഇലകൾ മരുന്ന് വിഷം പെട്ടെന്ന് വലിച്ചെടുക്കും. ആ ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് നല്ലത് നമ്മൾ ഈ നല്ല വളം കൊടുത്ത് നല്ല വെള്ളം കൊടുത്ത് ഉണ്ടാക്കുന്നത് നമുക്ക് കഴിക്കാനുണ്ടാക്കുകയാണെങ്കിൽ അതിനോളം നല്ലൊരു കാര്യം മറ്റൊന്നില്ലല്ലോ. കണ്ടില്ലേ നല്ല ഇല. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഉള്ള ഒഴിവ് സമയത്തിന് നിങ്ങളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ അടുക്കളത്തോട്ടത്തിൽ ഇനി മുറ്റത്ത് കവറുകളിൽ ഗ്രോ ബാഗിലാക്കി വെച്ചിട്ടായാലും ഒഴിഞ്ഞ പഴയ പാത്രങ്ങളിലാക്കി വെച്ചിട്ടായാലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉള്ള സ്ഥലത്തുണ്ടായി. ടെറസിൻ്റെ മുകളിൽ പച്ചക്കറി കൃഷി ഉണ്ടാക്കുന്ന രീതി എൻ്റെ ചാനലിൽ പോയാൽ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെ നമ്മൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉള്ള സമയം വെച്ചിട്ട് നമുക്ക് ഉള്ള സ്ഥലം വെച്ചിട്ട് പച്ചക്കറി വീട്ടിലേക്ക് അടുക്കളത്തോട്ടം എല്ലാവരും ഉണ്ടാക്കണേ. ഓക്കെ, ബായ്.